ദൗത്യപേടകം ഇന്ന് വിക്ഷേപിക്കും. വൈകിട്ട് 4:08 ശ്രീഹരിക്കോട്ടയിലെ ഒന്നാം വിക്ഷേപത്തറയിൽ നിന്നാണ് PSLV-C-59 റോക്കറ്റിൽ പ്രോബ-3 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുമായി സഹകരിച്ചാണ് ISROയുടെ കൊമേഴ്ഷ്യൽ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ദൗത്യം നടപ്പാക്കുന്നത്. സൂര്യന്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറമെയുള്ള തിളച്ചുമറിയുന്ന പ്രഭാവലയമായ കൊറോണയെക്കുറിച്ച് പഠിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പ്രോബ-3 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിനായി ബഹിരാകാശത്ത് കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യനെ ആഴത്തിൽ പഠിക്കും. ഒക്വിറ്റൽ, കൊറോണഗ്രാഫ് എന്നീ 2 ഉപഗ്രഹങ്ങളാണ് ദൗത്യത്തിൽ ഒരുമിച്ച് വിക്ഷേപിക്കുന്നത്. 550 കിലോയാണ് ഇവയുടെ ഭാരം. ഒറ്റത്തവണ തുടർച്ചയായി 6 മണിക്കൂർ വരെ കൊറോണയെ നിരീക്ഷിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിന്റെ യാത്രാപഥം നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ബഹിരാകാശ യാത്രയിലെ അഭിമാനകരമായ നാഴികക്കല്ല് എന്നാണ് ISRO ദൗത്യത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. 4 ഘട്ടങ്ങളായിട്ടാകും PSLV-C-59 വിക്ഷേപണം. ഏകദേശം 150 മീറ്റർ വ്യത്യാസത്തിൽ 2 പേടകങ്ങളെയും വേർപെടുത്തുക എന്ന സങ്കീർണതയും ഈ ദൗത്യത്തിനുണ്ട്.